പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഒത്തിരി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദി ഫോളോയിങ് പോളിനോമിയൽസ് ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡ് ആൻഡ് വെരിഫൈ ദ റിലേഷൻസ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ് ഓഫ് ദി പോളിനോമിയൽസ്. അപ്പോൾ നമ്മളോട് ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഫൈൻഡ് ദ സീറോസ് ഓഫ് ദി ഫോളോയിങ് പോളിനോമിയൽ. നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽസിൻ്റെ സീറോസ് കണ്ടുപിടിക്കണം. ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെന്ത് ചെയ്യണം? സീറോസും കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻ ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് z² - 4 ഒന്ന് 4 - 4x + x². അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോളിനോമിയൽ നമുക്ക് എഴുതാം. ഇവിടെ വേരിയബിൾ z ആയതുകൊണ്ട് നമുക്ക് ഈ പോളിനോമിയലിനെ p of z എന്ന് എടുക്കാം. p of z = z² - 4. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ഈ ചാപ്റ്റർ നന്നായി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പം ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല കേട്ടോ. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല കേട്ടോ. z² - 4 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. അതുകൊണ്ട് 4നെ നമുക്ക് 2² എന്ന് എഴുതാം. ഇതിപ്പോൾ ഏത് ഫോമിലായി? a² - b². a² - b² എന്താണ്? a + b × a - b. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? z + 2 × z - 2. a + b × a - bയുടെ ഫോമിലായി അല്ലേ? ഇവിടെ നിന്ന് സീറോസ് എന്തൊക്കെ വരും? അപ്പോൾ p of z = 0 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ഓരോന്നും എന്താണ്? = 0 എന്ന് എഴുതാം. അപ്പോൾ z + 2 = 0. അതിൽ നിന്ന് z നമുക്ക് എന്ത് കിട്ടി? z = -2. ഇനി അടുത്തത് z - 2 = 0. അതിൽ നിന്ന് z നമുക്ക് എന്ത് കിട്ടും? +2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സീറോസ് എന്തൊക്കെയാണ്? -2ഉം +2ഉം. ഇതിൽ -2നെ നമുക്ക് ആൽഫ എന്ന് വിളിക്കാം, 2നെ നമുക്ക് ബീറ്റ എന്നും വിളിക്കാം. അപ്പോൾ രണ്ട് സീറോസ് നമുക്കിവിടെ കിട്ടി. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ വേരിഫൈ ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതുന്നത് വേരിഫിക്കേഷനാണ്. അപ്പോൾ വേരിഫിക്കേഷനിൽ എന്താ ചെയ്യേണ്ടത്? ആൽഫ + ബീറ്റയും ആൽഫ ബീറ്റയും നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ആൽഫ + ബീറ്റ എന്ത് വരും? ആൽഫ + ബീറ്റ എന്ന് പറയുന്നത് ആൽഫ ഈസ് -2, ബീറ്റ എന്താണ്? 2. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 എന്ന് കിട്ടും. ഇനി അടുത്തത് -b/a. -b/a എന്ന് പറയുന്നത് എന്താ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് b എന്താ? നമ്മുടെ ഇക്വേഷൻ ഇതാണ്. z² - z-ൻ്റെ ടേം ഇല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ 0z എന്ന് എഴുതാം. -4. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 1 ആണ്, b എന്ന് പറയുന്നത് 0 ആണ്, c എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ ബിയുടെ പ്ലേസിൽ എന്ത് വരും? 0/1 എന്ന് വരും. ദാറ്റ് ഈസ് 0 എന്ന് തന്നെ നമുക്ക് കിട്ടി. അപ്പം ആൽഫ + ബീറ്റയും -b/aയും എന്തായിട്ട് കിട്ടി? ഈക്വലായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആൽഫ + ബീറ്റ = -b/a. വേരിഫൈ ആയി അല്ലേ? ആൽഫ + ബീറ്റ നമ്മൾ കണ്ടുപിടിച്ച ഈ ആൽഫയും ഈ ബീറ്റയും കൂടെ ആഡ് ചെയ്തപ്പോഴും -b/a എടുത്തപ്പോഴും രണ്ടും നമുക്ക് ഈക്വലായിട്ട് തന്നെ കിട്ടി. ഇനി അതേപോലെ നമുക്ക് ആൽഫ ബീറ്റയും കൂടെ അത് ചെയ്ത് നോക്കണം. ആൽഫ ബീറ്റ. ആൽഫ ഈസ് -2, ബീറ്റ ഈസ് 2. ആൻസർ ഈസ് -4. ആൽഫ ബീറ്റ എന്താണ്? c/a. c/a ചെയ്താൽ എന്ത് കിട്ടും? c ഇവിടെ എന്താണ്? -4. a ഈസ് 1. -4. അപ്പോൾ രണ്ടും നമുക്ക് ഈക്വലായിട്ട് കിട്ടി. therefore ആൽഫ ബീറ്റ = c/a. ഇങ്ങനെയാണ് വേരിഫിക്കേഷൻ എഴുതുന്നത് കേട്ടോ. ഞാൻ നമ്മുടെ വീഡിയോയ്ക്കകത്ത് വേറൊരു മെത്തേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന മെത്തേഡാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് കേട്ടോ. ഏത് മെത്തേഡ് ചെയ്താലും ആൻസർ കറക്റ്റ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ മനസ്സിലായല്ലോ. വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ബി ബൈ എ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. നമ്മൾ കണ്ടുപിടിച്ച ആൽഫയും ബീറ്റയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും നമ്മുടെ ഈ പോളിനോമിയലിനകത്തു നിന്ന് നെഗറ്റീവ് ബി ബൈ എ എഴുതുമ്പോൾ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കണം. ഇനി അടുത്തത് നമ്മുടെ രണ്ടാമത്തെ പോളിനോമിയൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എക്സിലാണ് വേരിയബിൾ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പോളിനോമിയലിനെ പി ഓഫ് എക്സ് എന്ന് എഴുതാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ അതവിടെ നമ്മുടെ പോളിനോമിയൽ എക്സ് സ്ക്വയറിൻ്റെ ടേം വേണം ആദ്യം വരാൻ അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മളിതിനെ എഴുതണം. എക്സ് സ്ക്വയർ, അടുത്തത് എക്സിൻ്റെ ടേം വരണം -4x + 4. അപ്പോൾ നമ്മുടെ പോളിനോമിയലായി. ഇനി എന്ത് ചെയ്യണം? ഇത് ഏത് ഫോമിലാണിത്? അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലാതെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നോക്കിയേ, x² - 4x + 4 ഇത് നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ടും ചെയ്യാം അല്ലേ. അപ്പം മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടണം, -4 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടണം. അപ്പോൾ എന്ത് വരും? -2ഉം -2ഉം എടുക്കാം അല്ലേ. അപ്പോൾ x² - -2x + 4 ഈ മെത്തേഡും ചെയ്യാം. ഇനി ഐഡൻറ്റിറ്റി ആണ് ചെയ്യുന്നതെങ്കിലോ ഇത് ഏത് ഫോമിലാണ്? x² - 4x + 2². അപ്പോൾ ഏത് ഫോം വരും? a² - 2ab + b². അതെന്താണ്? a - b the whole square. ആ മെത്തേഡിലും ചെയ്യാം കേട്ടോ. ഇനി ഇവിടുന്ന് എക്സ് കോമൺ എടുക്കാം. അപ്പോൾ എന്ത് വരും? x - 2 മൈനസ് ഇവിടുന്ന് 2 കോമൺ എടുക്കാം. ബ്രാക്കറ്റിൽ അപ്പോൾ എന്ത് വരും? x - 2. 4ൽ നിന്ന് 2 എടുത്താൽ ബാക്കി ഇവിടെ 2. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഇവിടെ പ്ലസ് ആണല്ലോ, ബ്രാക്കറ്റിനകത്ത് എങ്ങനെ നെഗറ്റീവ് വന്നതല്ലേ? നമ്മുടെ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ നെഗറ്റീവ് സൈനാണ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇടുമ്പോൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റിനകത്ത് സൈൻ ചേഞ്ച് ആവും. എന്നാലേ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് x - 2 കോമൺ എടുക്കാം. x - 2 കോമൺ എടുത്താൽ ബാക്കി ഇവിടെ x ഉണ്ട്, ഇവിടെ ഒരു -2 ഉണ്ട്. അപ്പോൾ x ഈസ് ഈക്വൽ ടു എന്ത് വരും? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. പോളിനോമിയൽ 0 ആണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു 2 നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ ഒരു 2വിനെ നമുക്ക് ആൽഫ എന്നെടുക്കാം. ആൽഫയും 2 ആണ്, ബീറ്റായും ഇവിടെ 2 തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്കിവിടെ വേരിഫിക്കേഷൻ ചെയ്യണം. വേരിഫിക്കേഷനകത്ത് ആദ്യം ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും? ആൽഫ ഈസ് 2, ബീറ്റ ഈസ് 2, രണ്ടും കൂടെ നമുക്ക് 4 എന്ന് കിട്ടി. ഇനി നമുക്ക് നെഗറ്റീവ് ബി ബൈ എ കണ്ടുപിടിക്കണം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവ് ബി ബൈ എ ആണ് അല്ലേ. ഇവിടെ ബി എന്താണ്? -4 ആണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ബിയും എന്താണ്? -4 ആണ്. a is 1. Negative of -4 is 4. 4/1 that is 4. അപ്പോൾ രണ്ടും നമുക്ക് എന്ത് കിട്ടി? 4 തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ബി ബൈ എ. അടുത്തത് ആൽഫ ബീറ്റ. ആൽഫ ഈസ് 2, ബീറ്റ ഈസ് 2. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി. ആൽഫ ബീറ്റ എന്താണ്? സി ബൈ എ. സി ബൈ എ എടുത്താലോ? സി ഇവിടെ 4, എ ഈസ് 1. അത് നമുക്ക് 4 എന്ന് തന്നെ കിട്ടി. അതുകൊണ്ട് എന്ത് പറയാം? ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ എ. ആൽഫ ബീറ്റ ചെയ്തപ്പോഴും 4 കിട്ടി, സി ബൈ എ ചെയ്തപ്പോഴും 4 ആണ് കിട്ടിയത്. therefore ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ എ. അപ്പോൾ നമ്മൾ വേരിഫിക്കേഷനും ചെയ്തു, നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. സീറോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതും ചെയ്യണം. റിലേഷൻ വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ അതും നമ്മൾ വെരിഫൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.